പ്രശ്ന ഭൈരവ യന്ത്രം എന്ന് പറഞ്ഞാൽ ഭൈരവ യന്ത്രങ്ങൾ ഒരുപാടുണ്ട്. ശൂന്യ, അഘോര, യമരാജ, മൃത്യുങ്കിരി, അമാതിരി സ്വാമീര വിഷ്ണുമായ യന്ത്രമുണ്ട്. അമാതിരി ഇതിൽ പിന്നെ വശ്യയന്ത്രമുണ്ട്. അമാതിരി തന്നെ ഭൈരവ യന്ത്രമുണ്ട്. അമാതിരി തന്നെ ഗുളിക യന്ത്രമുണ്ട് കേട്ടോ. അമാതിരി തന്നെ കരിങ്കുട്ടി, വിഷ്ണുമായ, വീരഭദ്രൻ, കാപ്പരി, എന്താ പറയണത്, എല്ലാവർക്കും യന്ത്രമില്ലാത്ത ആൾക്കാരില്ല. അതൊക്കെ തകടിൽ എഴുതി മന്ത്രസിദ്ധി വരുത്തി പത്മത്തിലിട്ട് പൂജിച്ച് അത് ഏലസായിട്ട് ധരിക്കുമ്പോഴാണ് അതിനൊക്കെ നമ്മൾക്കും ഇത് ചെയ്തിട്ട് കാലഭൈരവ യന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ആയുസ് വർദ്ധിപ്പിക്കുക, അല്ലാണ്ട് നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് മാറി നിർത്തുക, നമുക്ക് നമ്മളേതായിട്ടുള്ള തടസ്സങ്ങളും ദുരിതങ്ങളൊക്കെ പതുക്കനെ മാറിപ്പോവുക. അതിനാണ് ഈ യന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പല രീതിയിലും ധരിക്കാട്ടോ. അത് നമ്മളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു യന്ത്രം ധരിക്കണമെങ്കിൽ. ഇപ്പം എല്ലാവരും സുദർശന യന്ത്രവും യമരാജ, അഘോരം, ഇഷ്ടംപോലെ ശ്രീയന്ത്രം, അങ്ങനെ ഒരുപാട് യന്ത്രങ്ങളുണ്ട്. ഇതൊക്കെ ധരിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ സാത്വികമായിട്ടുള്ള യന്ത്രാട്ടോ. ശരിക്കും 4-ാം വേദപ്രകാരമുള്ള കർമ്മങ്ങൾക്കുള്ള യന്ത്രം കാപ്പിരി, ജിന്ന്, അതുമാതിരി ഗുളികൻ, വലവായി, വരാഹമുഖി, അങ്ങനെ ഒരുപാട് യന്ത്രങ്ങളുണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് അവർ ആ സ്വാമീനെ ആരാധിച്ച് ആ പത്മത്തിലിട്ട് ആവാഹിച്ച ആൾക്ക് കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കിട്ടാണ്ടിരിക്കില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ ധരിക്കേണ്ടത്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ.